ഹലോ ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ചാവറ കൾച്ചർ സെൻ്ററിലാണ്. ഇവിടെ ഒരുപാട് മലയാള സിനിമയിലെ മിന്നും താരങ്ങളുണ്ട്. അവരവരുടെ പുതിയ സിനിമയുടെ അവരവരുടെ പുതിയ നാടകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്കിടയിലേക്ക് വന്നിരിക്കുകയാണ്. ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പുതിയ നാടകത്തിൻ്റെ കിടിലം വിശേഷങ്ങളും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, നേരെ അങ്ങ് പോയാലോ. വാ. ബൈ ബൈ ബൈപ്പാസ് നാടകത്തിൻ്റെ റിഹേഴ്സൽ ഇങ്ങനെ തകൃതയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിഹേഴ്സലിന് മുൻപ്, യഥാർത്ഥ റിഹേഴ്സൽ പരിപാടികൾ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ ഒരു വാമപ്പ് സെഷനാണ് കാര്യമായ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹായ്. അയ്യോ, ഇവിടെ കൈ വിടേണ്ട, അങ്ങോട്ട് പോയല്ലേ. ഈ നാടകത്തിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് എത്തുന്നു. സിനിമ ചെയ്യുമ്പോഴും നാടകത്തോട് ഭയങ്കരമായ പ്രണയം സൂക്ഷിക്കുന്നു. വീണ്ടും സിനിമ തുടർന്നുകൊണ്ട് തന്നെ വീണ്ടും നാടകത്തിലേക്ക് എത്തുന്നു. എന്താണ് ഈ യാത്രയ്ക്ക് പിന്നിൽ? രണ്ട് ഫോമാറ്റും ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. പിന്നെ ഇപ്പം നമുക്ക് തോന്നിയ ഒരു ഐഡിയ കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നുണ്ടായ ഒരു കഥ പറയാനൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ കൈയടക്കത്തിലുള്ള ഒരു ആർട്ട് ഫോം എന്ന് തോന്നുന്നത് ഇപ്പോഴും നാടകം തന്നെയാണ്, ആസ് എ മേക്കർ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുക, ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് നാളൊരു സാധനമായിട്ട് ട്രാവൽ ചെയ്യുക, അത് കൂടുതൽ ഡിസ്കവർ ചെയ്യുക. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ആംഗിളും ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടും കൂടെ. ബൈ ബൈ ബൈപ്പാസേ കുട്ടികളിലൂടെ കഥ പറയുന്നു. കുട്ടികളിലൂടെ കഥ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ആൾക്കാരിലേക്ക്. കുട്ടികൾ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, അത് നൽകുന്ന മെസ്സേജും ഇഷ്ടമാണ്. അപ്പം ഇൻറ്റൻഷ്യലി അങ്ങനെ വന്നതാണ് ഒരു കുട്ടികളിലൂടെ കഥ പറയുക, അല്ലെങ്കിൽ കുട്ടികളുടെ കഥാപാത്രത്തിലൂടെ കഥ പറയുക എന്നുള്ളത്. ഇത് ശരിക്കും കുറച്ച് പറ്റുന്നത്ര ഫണ്ണാക്കണം ഇത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പ്രൈമറിലി ഈ കുട്ടികളിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു 3-4 പിള്ളേർ, അപ്പോൾ നമുക്ക് നമ്മുടെ ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നുന്ന എന്ത് കോൺഫ്ലിക്റ്റും നമുക്ക് കുറേയും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് പ്രൊട്ടാഗനിസ്റ്റായിട്ട് നിൽക്കുന്നത് പിള്ളേരാകുമ്പോൾ, അപ്പോൾ അവർ മനസ്സിലാക്കുന്ന രീതി എന്താണോ അതിലൂടെ നമുക്ക് കഥ പറഞ്ഞു പോകാം. പക്ഷേ ഫണ്ണാക്കണം, എൻ്റർടൈനിങ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ വന്നതാണ്. ബൈ ബൈ ബൈപ്പാസിലെ പിള്ളേരാണുള്ള ഈ കാഴ്ചയിൽ അത്ര പിള്ളേരായി തോന്നുന്നില്ലെങ്കിലും പ്രായം കൊണ്ട് പിള്ളേരല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളതുകൊണ്ടും റോഷനോട് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങളെ പിള്ളേരായി കാസ്റ്റ് ചെയ്തതെന്ന്? ഞങ്ങൾ മാത്രമല്ല, ഇത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഈ കാസ്റ്റിലുള്ള 11 പേരും പിള്ളേരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ 4 പിള്ളേരുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ബാക്കി എന്താ ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഡെവലപ്പ് ചെയ്താണ് ബാക്കി ക്യാരക്ടേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ആ 4 പിള്ളേർക്കുള്ള സെർച്ചിൽ നമ്മളെല്ലാവരും പിള്ളേരായിട്ടുണ്ട്. അതായിരുന്നു വൺ ഓഫ് ആ ഫസ്റ്റ്, എന്താ പറയുക, നമ്മൾ ഓഡിഷൻസ് പോലെ പ്ലാൻ ചെയ്തപ്പോൾ, ഒരു ഓഡിഷൻ വർക്ക്ഷോപ്പ് പോലെ പ്ലാൻ ചെയ്തപ്പോഴും റോഷൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ വാസ് കുറച്ച് യങ് അറ്റ് ഹാർട്ട് ആയിരിക്കണം, കുറച്ച് കുട്ടിത്തമുള്ള ആൾക്കാരെ നമുക്ക് വിളിക്കാം എന്ന്. അങ്ങനെയാണ് ഈ കൂട്ടത്തിനെ കൂട്ടിയത് തന്നെ. അപ്പോൾ എല്ലാവരും പിള്ളേരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പിള്ളേർ കളിയായിരുന്നു ഫോർ ഓൾമോസ്റ്റ് 1 month. അത് കഴിഞ്ഞിട്ടാണ് കാസ്റ്റിങ്ങിലേക്കൊക്കെ കയറി ഈ പിള്ളേരായിരിക്കും പിള്ളേരെന്ന്. അതിപ്പോൾ അതെന്തുകൊണ്ടാണ് ഞങ്ങളെന്ന് അതെനിക്ക് ആക്ച്വലി അറിയില്ല. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന ഗെയിംസ് കളിക്കുക, ഒരുമിച്ച് എല്ലാവരും കൂടെ കളിക്കുക, അല്ലെങ്കിൽ ഈ ഞങ്ങൾ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഒരു ഗെയിംസ് ഇൻവെൻറ്റ് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. ചെറുപ്പത്തിൽ ഒരു ലേറ്റ് 90s ഏർലി 2000 കുട്ടികൾ കളിച്ചിരുന്ന കുറച്ച് ഗെയിംസ്, കിച്ചൺ സെറ്റ്, ഡോക്ടർ പേഷ്യൻറ്റ്, ഓഫീസിൽ സെക്രട്ടറി, അങ്ങനത്തെ ഗെയിംസ് കളിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. പ്ലേയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ, പ്ലേയിൻ്റെ ഒരു കഥയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴും നമ്മൾ ഈ ഗെയിംസ് കളിക്കുമ്പോൾ എനിക്ക് ഈ ചില കുട്ടികളുണ്ടല്ലോ, അവർ കുട്ടിയാണെങ്കിലും അവരുടെ വിചാരം അവർ ഭയങ്കര വലിയ ആൾക്കാരെന്നാണ്. അങ്ങനത്തെ ക്യാരക്ടറുള്ള കുട്ടികൾ എനിക്ക് ഭയങ്കര അമ്യൂസിങ് ആയിട്ട് തോന്നുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചേച്ചി അങ്ങനത്തെ ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയോ ഞങ്ങൾ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം പ്ലേ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിലോട്ട് എത്തുന്നത്. പിന്നെ എല്ലാവരും കുട്ടികൾ തന്നെയാണ്, മറ്റേ ഇത്ര മുതുക്കന്മാരാണെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാവരും കുട്ടികളാണ്. അതുകൊണ്ട് വലിയ പാടുണ്ടായിരുന്നില്ല ഇതിലേക്ക് കയറാൻ. സിനിമ പോലെയല്ല, ഇത് കാണുന്നവർ എന്താ ചിന്തിക്കുന്നതെന്നും എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നതും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലെത്തുന്നു. ഇവരെന്താണ് പ്രതികരിക്കേണ്ട, ഓഡിയൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പം മൊട്ടയേറൊന്നും ഉണ്ടാവില്ല, അതൊക്കെ പണ്ടായിരിക്കാം. പക്ഷേ അത് കണ്ട് അഭിനയിക്കുമ്പോൾ അത് നൽകുന്നൊരു ഫീൽ എന്താണ്? അതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി എന്താ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈ എന്നുള്ളത്. നമ്മൾ ഒരു
ഓഡിയൻസിൻ്റെ മുമ്പിൽ ഒരു ഫുൾ ഷോ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന ഓരോ റിയാക്ഷൻസും അവർ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാണ് ആ 1.5 മണിക്കൂർ. അപ്പോൾ അവരുടെ ബേസിക്കലി റോഷൻ എപ്പോഴും പറയും ഒരു ഓഡിയൻസിൻ്റെ ബ്രെത്ത് നമ്മുടെ കൺട്രോളിലാണ് ആ ഒരു 1.5 മണിക്കൂർ. പണ്ട് രക്തരക്ഷസ് എന്ന് പറഞ്ഞ നാടകം, എൻ്റെ പേര് അങ്ങനെയാണെന്ന് ഓർമ്മയില്ല എങ്കിലും അതല്ലേ, അതൊരു സിനിമാ സ്കോപ്പ് നാടകമായിരുന്നു എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്നൊക്കെ പണ്ട് ഓഫർ ഉണ്ടത് കണ്ടു. പിന്നെ നമുക്ക് തെരുവ് നാടക സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വലിയ മുഖത്തൊന്നും വലിയ വ്യത്യാസങ്ങളില്ലാതെ അല്ലെങ്കിൽ വേഷത്തിൽ വ്യത്യാസങ്ങളില്ലാതെ നാടകങ്ങൾ വരുന്നു. അങ്ങനെ പല ടൈപ്പ് ഓഫ് നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ബൈ ബൈ ബൈപ്പാസ് എന്ന നാടകത്തെ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർക്കും ഇതാണ് ഞങ്ങളുടെ നാടകം എന്നെങ്ങനെയായിരിക്കും പറയുക? അതായത് നമ്മുടെ നാടകത്തിനുള്ള നിയമങ്ങൾ നമ്മൾ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അർത്ഥം ഇത്, ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുക. എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ തീരുമാനിച്ചിട്ടുള്ള റൂൾസൊക്കെ ആദ്യം ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ആവണം. കാരണം നമുക്ക് ഇതിനു മുമ്പ് അവർക്കൊരു ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ നാടകം ഓപ്പൺ ചെയ്യുന്ന സമയം മുതൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയി പിന്നെ നമ്മൾ ഡിവൈസ് ചെയ്തെടുത്തിട്ടുള്ള ആ ലാംഗ്വേജിലാണ് ഇതിൻ്റെ പെർഫോമൻസ് പോവുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞൊരു സ്ട്രീറ്റിൻ്റെയും അല്ലെങ്കിൽ രക്തരക്ഷസ് പോലത്തെ ഒരു മാസീവ് പ്രൊഫഷണൽ നാടക പ്രൊഡക്ഷൻ്റെ അതിൻ്റെ ഇപ്പോൾ റീഷോസ് നടക്കുന്നുണ്ട്. അവർ ആ ഷോ മൊത്തം പുതുക്കി റീവർക്ക് ചെയ്ത് വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഒരു നാടകം നിൽക്കുക, ഈ നാടകം നിൽക്കുക. ഇതൊരു മോഡേൺ കണ്ടംപററി പീസ് ഓഫ് തിയേറ്റർ എന്നാണ് പറയുക. ഒരു ബൈപ്പാസ് അത് വരുന്നതിനനുബന്ധിച്ച് ഒരു വീട് പൊളിക്കേണ്ടി വരുന്നു. അവിടെയുള്ള 3 കുട്ടികൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന കഥ. ഇത് നടക്കുമ്പോൾ കേരളത്തിൽ കുറേ ദേശീയവാദികൾക്ക് വിള്ളൽ വന്ന വാർത്തകൾ ഉണ്ടാവാണ്. കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ നാടകം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ പൊളിറ്റിക്കലി പുതിയ വായനകൾ കൂടി ഉണ്ടാവുന്നതായി തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എന്തൊരു ഫോം ഓഫ് ആർട്ടാണെങ്കിലും അത് എനിക്ക് തോന്നുന്നത് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ അതിന് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു റെലവൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് സിനിമകളിലും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെത്ര സത്യസന്ധമായിട്ട് നമുക്കറിയാവുന്നൊരു കഥ ജെന്യൂനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അത്രേ അത് യൂണിവേഴ്സൽ ആയിക്കൊണ്ടേയിരിക്കും. അത് ആർട്ട് അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കാരണം മനുഷ്യജീവിതം എങ്ങനെ ബോധർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പൊളിറ്റിക്സിനെ കാട്ടിലും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു വീടെന്ന് പറയുന്ന കോർ ഇമോഷൻ ശരിക്കും എന്താണ്, നമുക്ക് അത് മറ്റൊരാൾക്ക് നമ്മുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുമോ, അതോ അത് നമ്മുടേത് മാത്രമായിട്ട് എന്ന് നിൽക്കുന്ന ഒരു സാധനമാണോ, അതാണ് നമ്മൾ ശരിക്കും ടാക്കിൾ ചെയ്യാൻ നോക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനം ഏറ്റവും ദുർബലനായ മനുഷ്യനെയും പരിഗണിക്കപ്പെട്ടുകൊണ്ടുള്ള വികസനമാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ സത്യം പറഞ്ഞാൽ ഇത് ഡൈസെക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ചോദ്യം കേട്ട് ആലോചിച്ച് നോക്കുമ്പം അത് വന്നു പോകുന്നുണ്ടാവാം. ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു നാടകം വരുന്നു. അത് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ, ആദ്യത്തെ ഒരു തോട്ട് റോഷനിലേക്ക് വരുന്നു. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതെത്തുമ്പോൾ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എടുത്താൽ പോകുന്ന പണിയാണോ എന്ന് തോന്നിയോ, അതോ എക്സൈറ്റഡ് നമുക്കിത് ചെയ്യാമെന്നുള്ള അങ്ങനെ ഒരു ഫസ്റ്റ് തോട്ടായിരുന്നു വന്നത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ദേവകി സൽമാൻ ഞങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ നാടകമാണ് ഇത്. അപ്പോൾ നമുക്ക് മുന്നേ ഇങ്ങനെ ഒരു നാടകം ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ചെയ്തൊരു 1-2 ആഴ്ച നമുക്കൊരു ചെറിയ വർക്ക്ഷോപ്പ് റിഹേഴ്സലൊക്കെ നടന്നിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ച് വിളിച്ചപ്പം പിന്നെ ഡെഫിനറ്റ്ലി നമ്മളങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പോയി വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെന്ന നാടകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. നമുക്കിതിൻ്റെ ഓരോ സ്റ്റെപ്പും ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെയാണ് ഇതുണ്ടായി വരുന്നത്. ഇവരൊക്കെ മുന്നത്തെ നാടകത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് AVNF-ലൊക്കെ. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കിത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓരോരുത്തർ ഓരോ ടീമായിട്ട് മാറി ഒരു ടോപ്പിക്ക് തരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഇംപ്രോവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഓരോ സ്റ്റേജും. അപ്പം ഇത് എടുത്താൽ പോകുമ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു, ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായി ഇതിങ്ങനെ ഒരു രൂപപ്പെട്ടൊരു സംഭവം ഇങ്ങനെ ഉണ്ടായി വരും, ഒരു പൂ വിരിയുന്നത് പോലെ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ഇതിങ്ങനെ ഉണ്ടായി വരുന്നത് കണ്ടപ്പം അതൊരു വലിയ അനുഭവമായിരുന്നു. മുന്നേ നീലവെളിച്ചത്തിൽ റോഷൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നാടകത്തിന്
വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അതുവരെ നാടകത്തിൽ വർക്ക് ചെയ്തിട്ടില്ല, നാടകം മര്യാദയ്ക്ക് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ പക്ഷേ അന്ന് പറഞ്ഞൊരു ഓർമ്മയിൽ AVNFൻ്റെ സമയത്തും ഞാനിതുപോലെ രാജേഷിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ കാസ്റ്റിംഗ് ഒക്കെ എന്നൊക്കെ. പക്ഷേ ഇത് മെയിൽ അയച്ചിട്ട് ദേവകി ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിത്തിൻ എ മിനിറ്റ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റി, ഞാനുണ്ട്, ഞാൻ വരുന്നുണ്ട് എന്ന്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. റോഷൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും പല പല കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള സമയം, അപ്പോൾ എത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് റോളില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രോപ്സ് മൂവ് ചെയ്യാനാണെങ്കിലും ഞാൻ വരും എന്നായിരുന്നു. വെരി നോർമൽ ഫാമിലി ചെയ്തപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷം അതുപോലെ നാടകം ചെയ്യാൻ പറ്റാതെ എല്ലാവരും കാത്തിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഇത് ഐഡിയ ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ തന്നെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us jumped at it and we like നമ്മൾ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കാം, നമ്മൾ എങ്ങനെയെങ്കിലും ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നാടകം അഭിനയിച്ചു, അതിൽ നിന്ന് സിനിമയിലേക്ക് വരും. ഇപ്പോൾ തിലകൻ സാർ അടക്കം അങ്ങനെ ഭാഗമായ ആൾക്കാരാണ്. പക്ഷേ നിങ്ങളിപ്പം സിനിമയുടെ ഭാഗമായി വീണ്ടും നാടകത്തിൽ വരുന്നു. നാടകത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ് ഇനി നിങ്ങൾ നെക്സ്റ്റ് സിനിമയിലേക്ക് പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നാടകം നമുക്ക് തരുന്ന ഒരു ആസ് ആൻ ആക്ടർ, ഞാനിപ്പം കുറച്ച് സിനിമകൾ ചെയ്തു, പക്ഷേ നാടകം ഇത് ആദ്യത്തെ നാടകം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പം നമ്മൾ ആ ലൈവ് ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷനും ആ നിറച്ചുള്ള ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഉള്ള ഒരു ലഹരി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഹൈയാണ്. ആ ഹൈ അപ്പുറത്ത് അഫ്കോഴ്സ് വേറൊരു സന്തോഷമുണ്ട്. നമ്മളെ സിൽവർ സ്ക്രീനിൽ കാണുന്നു, അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ ഫെയിം തരുന്നു, വേറൊരു ഹൈ ഉണ്ട്. പക്ഷേ ഇത് ആസ് ആൻ ആക്ടർ അത് കിട്ടുന്നത് ഒരു ഭയങ്കര ഒരു സുഖമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, നാടകം കളിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇന്നും സംസ്ഥാന സ്കൂൾ കലോത്സവം വന്നാൽ, ജില്ലാ കലോത്സവം വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിമിക്രിയും ഒപ്പനയും കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നാടകവും കാണുന്ന ആൾക്കാരാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ പറയുന്ന ടെക്നോളജി മാറി, നിങ്ങളുടെ നാടകത്തിൻ്റെ രൂപങ്ങൾ മാറി, പക്ഷേ എന്നിട്ടും നാടകം കളിക്കുന്നവർ ഇപ്പോഴും സാമ്പത്തികമായിട്ടൊന്നും വളർച്ചയില്ലാതിരിക്കുന്നുണ്ട്. എന്താണെന്ന് എപ്പോഴെങ്കിലും ഈ നാടകത്തിൻ്റെ അവസരത്തിലോ മുൻപ് നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്തോ ഇപ്പോൾ കളിക്കുമ്പോൾ ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു രീതിയിൽ ടെക്നോളജി വളരുമ്പം പല കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരികയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഹോം ഡെലിവറികൾ, അല്ലെങ്കിൽ OTT, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആവുന്ന മോർ ആൻഡ് മോർ ഫീച്ചേഴ്സ്. സോ ഇറ്റ്സ് ബ്രിങ്ങിങ് ദ ഹോൾ വേൾഡ് നിങ്ങളുടെ കയ്യിലേക്ക്. ഈ നാടകം എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരാൻ പറ്റില്ല, നിങ്ങൾ നാടകത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അപ്പോൾ വളരെ ഫണ്ടമെൻ്റലി ആ ഒരു ബുദ്ധിമുട്ടാണ് നാടകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഞങ്ങളുടെ ഈ നാടകം ചാവറ കൾച്ചറൽ സെൻറ്ററിൽ 31 7:30 വൈകുന്നേരം കളിക്കുമ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് മാത്രം ഉള്ളതാണിത്. ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവില്ല, ഇത് യൂട്യൂബിൽ കയറില്ല, ഇതൊരു OTT പ്ലാറ്റ്ഫോമിൽ വരില്ല. ഇൻഫാക്റ്റ് ആ ഒരു 1.5 മണിക്കൂർ സമയം കഴിഞ്ഞാൽ പിന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നേയില്ല. പിന്നെ ആ വന്ന ആൾക്കാരുടെ ഓർമ്മകളിലും പെർഫോം ചെയ്ത നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഒരു 460 സീറ്റാണുള്ളത്. അത്രയത്തിൽ കൂടുതൽ ആൾക്കാരെ ഒരു സമയത്ത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഓരോ ഷോയ്ക്കും ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു, ഇത്രയും വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഷോയ്ക്കുമായിട്ട് എടുക്കേണ്ട പണി ഈ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിലോ, അല്ലെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇമ്പാക്റ്റിലും ഒക്കെ ഒരുപാട് അധികമാണ്. അപ്പോൾ ഈ ബാലൻസ് പലപ്പോഴും ഇത് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറവായിരിക്കും. ഇതിൽ നിന്നുണ്ടാകുന്ന റവന്യൂവിനൊരു അതിര് ഉണ്ടാവും. അതുകൊണ്ട് ഭയങ്കര പാഷനറ്റായിട്ട് നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അത് വെച്ചിട്ടൊരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നത് തന്നെയാണ്. പിന്നെ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത്, ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ളൊരു സ്ഥലത്ത് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ളൊരു നാടക കൾച്ചർ എങ്കിലും ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് തുടങ്ങി വെക്കാനോ അല്ലെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നു. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. മെയ് 31 ജൂൺ 1 ഞങ്ങളുടെ ഷോ ചാവറ കൾച്ചറൽ സെൻറ്ററിലാണ്, വൈകുന്നേരം 7:30. കണ്ടിട്ടുള്ളവർക്ക് രണ്ടാമത് കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് കണ്ട ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ആർ കമ്മിങ് ഫോർ ദ സെക്കൻഡ് ടൈം, കം വിത്ത് യുവർ കിഡ്സ്. കിഡ്സ് ആർ എൻജോയിങ് ഇറ്റ്. അത് നമുക്ക് ലാസ്റ്റ് ഷോസിലാണ് മനസ്സിലായത്. കിഡ്സ് വർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ കിഡ്സ് ആർ ഓൾസോ വെൽക്കം. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വീട് എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ്, തറവാട്, കസിൻസ്, അങ്ങനത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഈ നാടകത്തിലുണ്ട്. ആൻഡ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ദ കിഡ്സ് ആർ ഏബിൾ ടു റിലേറ്റ് ഇറ്റ് എന്നുള്ളതും ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയമാണ്, സന്തോഷമാണ്. അപ്പോൾ
അതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ്. ആൻഡ് യു ആർ ഗോയിങ് ടു വാച്ച് ഓൾ ദീസ് ആക്ടേഴ്സ് ലൈവ് ഓൺ സ്റ്റേജ് ആൻഡ് ദാറ്റ്സ് വെരി എക്സൈറ്റിംഗ്. എനിക്ക് കാണുമ്പോൾ തന്നെ അത് എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഈ വീക്കെൻഡ് ഫ്രീ ആയിട്ടുള്ളവർ, പ്ലീസ് കം. ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്, ഞാനിപ്പം ആക്ടറായിട്ടും മ്യൂസിഷ്യനായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ 10 ആക്ടേഴ്സിൽ എല്ലാവരും സിംഗേഴ്സാണ്. എല്ലാ ഷോയിലും ലൈക്ക് ജനറലി മ്യൂസിക്കിനെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായമാണ്. ഇൻ ദ സെൻസ് ദാറ്റ് മ്യൂസിക് ഉള്ളത് ആൾക്കാർ അറിയുന്നില്ല എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ മ്യൂസിക് ഒരു ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടും ഭയങ്കര ലൈക്ക് അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. സോ അത് ജനറലി ദ ഫീഡ്ബാക്ക് ഹാസ് ബിൻ വെരി ഗ്രേറ്റ്. ആൻഡ് ഫോർ അസ് ആസ് ആർട്ടിസ്റ്റ്, നമ്മുടെ ലൈക്ക് ഞാനും വർക്ക് ചെയ്യൊക്കെ ഒരുപാട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് മ്യൂസിഷ്യൻസായിട്ടും. അപ്പം നമുക്കിത് വർക്ക് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു നല്ല ജേർണിയാണ്. കാരണം എവറിത്തിങ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാം ഒറിജിനലാണ്. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ഐഡിയ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ തന്നെ കമ്പോസ് ചെയ്തേക്കാം. അപ്പോൾ ആ ജേർണി തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അതേപടി തന്നെ ആൾക്കാരിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആകുമ്പം നമുക്ക് വി ആർ വെരി ഹാപ്പി. അത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൗണ്ട് എഫക്ട്സ് ബാക്കിൽ നിന്ന് ഇടുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു സില്ലി ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനോട് ഇത്രയും മിനിമലായിട്ടുള്ള കാര്യങ്ങളോട് ഓഡിയൻസ് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെ വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ആസ് എ ടീം ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് മ്യൂസിക് ഇപ്പം ജനറേറ്റീവായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ടെക്നോളജി വരവേ സിമ്പിൾ ആൻഡ് ഹംബിൾ തിങ്സ് വിത്ത് പെർഫോമേഴ്സ് ഭയങ്കരമായിട്ട് ഓഡിയൻസിനെ ടച്ച് ചെയ്യുകയും അത് ഒരുപാട് കുട്ടികളൊക്കെ ഇത് ഭയങ്കര അവർക്ക് ഇഷ്ടമായി ഈ ക്രിക്കറ്റ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഭയങ്കര പ്രൈമലി എല്ലാവരിലും ടച്ച് ചെയ്യുന്നു എന്നുള്ളത് വി ആർ റിയലി ഗ്രേറ്റ്ഫുൾ അബൌട്ട് ദാറ്റ്. ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം.